നമസ്കാരം. തനിക്കും വീട്ടുകാർക്കുമെതിരെ ജീവനക്കാർ ഉന്നയിച്ച ആരോപണങ്ങൾ നിഷേധിച്ച ദിയ കൃഷ്ണ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന ആരോപണം വ്യാജമാണെന്ന് ദിയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ആരെയും ജാതീയമായി അധിക്ഷേപിക്കുന്ന ആളല്ല താൻ. ജാതിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നിലും ജാതി കാണുന്നവരല്ല ഞങ്ങൾ. എൻ്റെ അച്ഛൻ ഒരു നായരാണ്, അമ്മ ഈഴവ സ്ത്രീയാണ്, ഭർത്താവ് ബ്രാഹ്മണാണ്. ജാതി അധിക്ഷേപം എവിടെയും നടത്തിയിട്ടില്ലെന്നും ദിയ കൃഷ്ണ വ്യക്തമാക്കി. QR കോഡ് മാറ്റിവെച്ച് അവരുടെ അക്കൗണ്ടിൽ പണം വാങ്ങാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എല്ലാ ദിവസവും പണം പിൻവലിച്ച് എനിക്ക് തന്നു എന്നാണ് അവർ പറയുന്നത്. അത് ശരിയല്ല. അങ്ങനെ പണം പിൻവലിച്ചെങ്കിൽ ATM-ൽ നിന്നും പിൻവലിക്കണമല്ലോ. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ എവിടെ? പണം കൊണ്ടുവരാൻ താൻ ആവശ്യപ്പെട്ടതിൻ്റെയോ ഫോൺ കോളോ വാട്സപ്പ് സന്ദേശമോ ഉണ്ടായോ എന്നും ദിയ കൃഷ്ണ ചോദിച്ചു. തട്ടിക്കൊണ്ടുപോകൽ ആരോപണവും ശരിയല്ല. ചേച്ചിയുടെ വണ്ടിയിൽ അവർ കയറി വരികയായിരുന്നു. കെട്ടിയിട്ടു എന്നാണ് ആരോപണം. അതും ശരിയല്ല. എല്ലാവർക്കും ഇരിക്കാൻ കസേര കൊടുത്തിരുന്നു, ഭക്ഷണമടക്കം കഴിക്കാൻ കൊടുത്തിരുന്നു. ഈ വിഷയത്തിൽ രാഷ്ട്രീയമായ അഭിപ്രായം പറയാൻ താനില്ലെന്നും ദിയ കൃഷ്ണ പറഞ്ഞു. എനിക്കറിയാവുന്ന ജീവനക്കാരാണ് അവർ. അവർക്ക് പിന്നിൽ ആരോ ഉണ്ട്. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ തത്ത പറയുന്നത് പോലെ ആരോ പറയിപ്പിക്കുന്നതാണ്. GSTയെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണ പോലുമില്ലെന്നും പറയുന്ന കാര്യങ്ങൾ ശരിയല്ലെന്നും അവർ പറഞ്ഞു. കേസിൽ പിന്നോട്ടില്ലെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ദിയ വ്യക്തമാക്കുന്നത്. താൻ ആശുപത്രിയിലായതിനാൽ ഓഫീസ് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്നും ജീവനക്കാരെ വിശ്വസിച്ചാണ് ഓഫീസിലെ കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നതെന്നും താൻ ആ ദിവസങ്ങളിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നുവെന്നുമൊക്കെ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ പറയുന്നുണ്ട്. പണം പോയതല്ല, തന്റെ പ്രശ്നം വിശ്വാസവഞ്ചന നടത്തിയതാണ് തന്നെ വിഷമിപ്പിച്ചതെന്നും ദിയ കൂട്ടിച്ചേർത്തു. മകളെ ഭീഷണിപ്പെടുത്തിയെന്നും കൃഷ്ണകുമാറും പറഞ്ഞു. ദിയയുടെ സ്ഥാപനത്തിൽ നിന്നും ഈ 3 പേർ പണം തട്ടിയെടുത്തിരുന്നുവെന്നും ഇതിന്റെ പേരിൽ കേസ് നൽകിയതിന് പിന്നാലെ അവർ നൽകിയ വ്യാജ കൗണ്ടർ കേസാണിതെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി. ഞങ്ങൾ പരാതി കൊടുത്തതിന്റെ പിറ്റേ ദിവസമാണ് ഈ 3 കുട്ടികൾ ഞങ്ങൾക്കെതിരെ പരാതി കൊടുക്കുന്നത്. തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ളതാണ് കേസ്. പക്ഷേ ഇതിനെതിരെ ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്. അതെല്ലാം പോലീസിന് നൽകിയിട്ടുണ്ട്. എന്നാൽ പരാതി നൽകിയവരുടെ കയ്യിൽ അങ്ങനെ യാതൊരു തെളിവുമില്ല. മകളുടെ പല ചടങ്ങുകളിലും ദിയയ്ക്കൊപ്പം കൂടെ നിന്നവരാണ് പരാതി നൽകിയിരിക്കുന്നത്. പലപ്പോഴും ഇങ്ങനെയല്ല അവരോട് നിൽക്കേണ്ടതെന്ന് പറഞ്ഞപ്പോഴും എൻ്റെ അനിയത്തിമാരെ പോലെയാണ് എന്ന് ദിയ പറഞ്ഞിരുന്നു. ന്യായം ലഭിക്കുമെന്ന് തന്നെയാണ് വിശ്വാസമെന്നും ജി കൃഷ്ണകുമാർ പ്രതികരിച്ചു. കുറ്റം സമ്മതിക്കുന്നതും പണം തട്ടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ഡിജിറ്റൽ തെളിവും ഞങ്ങളുടെ കയ്യിലുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ടെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ഇനി പ്രതീക്ഷ. തനിക്കെതിരെ കേസെടുത്തതിന്റെ ഒരു വിവരവും തനിക്ക് ലഭിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു. നല്ല രീതിയിലുള്ള മറുപടിയാണ് ലഭിച്ചത്. ന്യായമായ മറുപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ ദിയ കൃഷ്ണ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വാങ്ങിയത് നികുതി പ്രശ്നം മൂലമാണെന്നും ജീവനക്കാർ ആരോപിച്ചിരുന്നു. സ്വന്തം അക്കൗണ്ടിൽ പണം വാങ്ങിയാൽ മതിയെന്ന് ദിയ പറഞ്ഞതാണ്. ജാതീയമായി അധിക്ഷേപിച്ചെന്ന ആരോപണവും അവർ ഉന്നയിച്ചു. ദിയയുടേതൊരു പ്രത്യേകതരം സ്വഭാവമാണ്. ജീവനക്കാരോട് മോശമായാണ് പെരുമാറുന്നത്, ഭീഷണിപ്പെടുത്തുക അടക്കം ചെയ്തുവെന്നും അവർ ആരോപിച്ചു. കൃഷ്ണകുമാർ അടക്കമുള്ളവർ ജാതീയമായി അധിക്ഷേപിച്ചുവെന്ന് ജീവനക്കാർ ആരോപിച്ചിരുന്നു. 8 ലക്ഷത്തോളം രൂപ തിരികെ വാങ്ങിയത് ഭീഷണിപ്പെടുത്തിയാണ്. തങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണി മുഴക്കുകയാണ് ചെയ്തത്. ഫോൺ അവരുടെ കസ്റ്റഡിയിലായിരുന്നു. രാവിലെ 11 മണിക്കെത്തി ഞങ്ങളെ വൈകുന്നേരം വരെ അവരുടെ വീട്ടിൽ പൂട്ടിയിട്ടു. തങ്ങളുടെ പക്കലുണ്ടായിരുന്ന സ്വർണ്ണമടക്കം പണയം വെച്ചാണ് പണം തിരികെ നൽകിയത്. ഭീഷണി മുഴക്കിയതിന് തെളിവ് തങ്ങളുടെ പക്കലുണ്ടെന്നും അവർ പറഞ്ഞു. ജോലിക്ക് കയറിയിട്ട് 1 വർഷമായി. കസ്റ്റമേഴ്സിന്റെ പണം ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വാങ്ങിയാൽ മതിയെന്ന് ദിയ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തതെന്നും താൻ വരുമ്പോൾ ആഴ്ചയിലോ മാസത്തിലോ പണമായി കയ്യിൽ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞെന്നും ദിയ പറഞ്ഞതായാണ് പരാതിക്കാർ നിലവിൽ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത്.